ഹജ്ജ് സ്വകാര്യ കോട്ട വെട്ടിക്കുറച്ചതോടെ സംസ്ഥാനത്ത് 10,000-ഓളം തീർത്ഥാടകർ ആശങ്കയിലാണ്. പ്രധാനമന്ത്രി ഈ മാസം 22-ന് നടത്തുന്ന സൗദി സന്ദർശനത്തിലാണ് ഇനി തീർത്ഥാടകരുടെ പ്രതീക്ഷ. ഹജ്ജ് പോർട്ടൽ തുറക്കാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള എത്ര പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. അള്ളാഹുവിന്റെ അതിഥിയായി പുണ്യനാട്ടിലേക്ക് പോകാൻ ആസിയ മനസ്സും ശരീരവും എന്നേ പാകപ്പെടുത്തിയതാണ്. 10 വർഷത്തെ കാത്തിരിപ്പ്. ഉറുമ്പ് ധാന്യങ്ങൾ ശേഖരിക്കുന്നത് പോലെ ഓരോ ചെറിയ തുകയും ശേഖരിച്ച് ശ്രേഷ്ഠമായ ഹജ്ജ് കർമ്മത്തിന് പോകാൻ ഇപ്രാവശ്യം തയ്യാറെടുത്തു. ജീവിതത്തിൽ തനിച്ചാണ് ആസിയ. ഒരാഗ്രഹമേയുള്ളൂ, ഒരിക്കലെങ്കിലും പുണ്യകർമ്മത്തിന്റെ ഭാഗമാകണം. എല്ലാവരും ഇത് 10-12 കൊല്ലമായിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക, പൂതിയുള്ള സാധനങ്ങളൊന്നും കൊടുന്ന് തിന്നാതെ ബുദ്ധിമുട്ടിക്കാനാണ് ഈ പൈസ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ ഞാൻ പറഞ്ഞുകൊടുക്കും മെഹ്താക്കാനോട് ഇതിന് പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലാണ്. 2-3 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ടെൻഷൻ കേട്ടതില്ല. ഇത്രയും പോകാനുള്ള സാധനങ്ങൾ മുഴുവൻ ഒരുക്കിക്കണം. അപ്പോൾ ഈ പോകാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ടെൻഷനിലാണ്. സംസ്ഥാനത്ത് നിന്ന് 10,000-ഓളം തീർത്ഥാടകരാണ് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ മുഖേന അപേക്ഷിച്ചിരുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് അനുവദിച്ചിരുന്ന 52,000-ഓളം സീറ്റുകളാണ് സൗദി മരവിപ്പിച്ചത്. ഹജ്ജ് പോർട്ടൽ തുറക്കാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള എത്ര പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. സൗദി രാജാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രതീക്ഷയെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ പ്രതിനിധി MP മുഹമ്മദ് പറഞ്ഞു. പ്രധാനമന്ത്രി 22-ാം തീയതി സൗദി അറേബ്യയിൽ പോകുന്നുണ്ട്. ഇനി ഞങ്ങളെ പ്രതീക്ഷ അതിൽ മാത്രമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരേണ്ട അവസ്ഥയല്ല. പണം ഹാജിമാർ കയ്യിൽ നിന്ന് ഞങ്ങളാണ് വാങ്ങിച്ചത്. ഈ ഹാജിമാർ ഞങ്ങളെ വീട്ടിലാണെന്ന് ചോദിക്കുക, ഞങ്ങളെ ഹജ്ജിന് കൊണ്ടുപോകാൻ നിങ്ങളെന്താണ് ഞങ്ങളെ ഹജ്ജിന് കൊണ്ടുപോകാത്തതെന്ന് ഞങ്ങളോടാണ് ചോദിക്കുക. ഞങ്ങൾ നിസ്സഹായകരാണ്. ആസിയയെപ്പോലെ ജീവിതാഭിലാഷം നിറവേറാൻ കാത്തിരിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പരമകാരുണ്യവാൻ കൈവിടില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.